ഹലോ ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞ വീഡിയോയ്ക്കകത്ത് പറഞ്ഞതൊക്കെ കുറച്ച് എന്താ പറയുക ഉള്ളിലൊക്കെ ആയിപ്പോയി പോയിൻറ്റ്സ്. അപ്പോൾ നമ്മളൊരു കറക്റ്റ് പോയിൻറ്റ്സ് പറയണം എന്ന് ഞാൻ വിചാരിച്ചു. സുരക്ഷയുടെ കാര്യം, ഇ ഡി റെയ്ഡിൽ പിണറായി വിജയൻ്റെ വീട്ടിൽ മകളുടെ മാസപ്പടി കേസുമായിട്ട് ബന്ധപ്പെട്ട് എക്സാലോജിക് കമ്പനി മാസപ്പടി വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് ഇ ഡി റെയ്ഡ് നടത്തിയപ്പോൾ അവിടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല, ഇ ഡി നമുക്ക് പറഞ്ഞില്ല എന്നൊക്കെ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇ ഡി പറയുന്നില്ലേ എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ്. ജനജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഒരു റോഡിൽ മോബ് അല്ലെങ്കിൽ ജനക്കൂട്ടം രൂപപ്പെടുമ്പോൾ, ഒരു പ്രതിഷേധ പ്രകടനം രൂപപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പോലീസ് ഉണ്ടാകേണ്ട ബാധ്യതയുണ്ട്. പോലീസ് ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന പോലീസ് ഓഫീസേഴ്സ് അതിന് നേതൃത്വം വഹിക്കണമായിരുന്നു. അവിടെ മാക്സിമം പോലീസിനെ അവിടെ വിനിയോഗിക്കണമായിരുന്നു അല്ലെങ്കിൽ വിന്യസിക്കണമായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായ ഒരു കോമൺ സെൻസാണ്. അതിന് വലിയ വലിയ ചിന്തകളുടെ ഒന്നും ആവശ്യമില്ല. ഞങ്ങൾക്കതിന് ഇൻഫർമേഷൻ കിട്ടിയില്ല, അവർ ഞങ്ങൾക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വിളിച്ചില്ല. അവരവിടെ ഈ റെയ്ഡ് നടത്തുന്നതിൻ്റെ ഇടയ്ക്ക് അകത്തിരിക്കുന്ന ഉദ്യോഗസ്ഥർ പുറത്തു വന്ന് അല്ലെങ്കിൽ അവർ വന്ന് ഫോണിൽ വിളിക്കണോ നിങ്ങൾ കുറേ പോലീസിനെ വിടാൻ? അത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അതൊരു ബാലിഷ്യമായിട്ടുള്ള വളരെ ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു പ്രസ്താവനയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ശ്രീ രമേശ് ചെന്നിത്തല പോലെ വളരെ ഇത്രയും സമുന്നതനായിട്ടുള്ള ഇന്നലെ രാഷ്ട്രീയ പാരമ്പര്യം ആഭ്യന്തരമന്ത്രി ആയിരുന്ന ഒരു അദ്ദേഹത്തിൽ നിന്ന് ഒരിക്കലും അത് ഞാൻ പ്രതീക്ഷിച്ച കാര്യമല്ല. അതവിടെ നിൽക്കട്ടെ. പക്ഷേ നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം ഈ പാർട്ടി ഓഫീസിൽ പോലീസ് വന്ന് കാത്തു നിൽക്കുകയാണ്. പാർട്ടി ഓഫീസിൽ ഇവരെയെല്ലാം ഈ പ്രതികളെ മുഴുവൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഈ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പ്രതികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കുറേ നേതാക്കന്മാർ മുന്നിൽ നിൽപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന് നേതൃത്വം കൊടുത്ത നേതാക്കന്മാരുണ്ട്. ഇവരെയൊക്കെ എന്താണ് കേസിൽ പ്രതികളാക്കാത്തത്? നമ്മൾക്ക് പേരെടുത്ത് പറയാൻ കഴിയുന്ന കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. ഇതിനകത്ത് ശ്രീ ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. ശ്രീ ശിവൻകുട്ടി, ശ്രീ ഗോവിന്ദൻ, VS വിജയ്, പിന്നെ ജോയി, അതുപോലെ തന്നെ പ്രശാന്ത്, പിന്നെ ഇതേ കണക്കുള്ള നേതാക്കന്മാർ നേതൃത്വം കൊടുത്താണ് തിരുവനന്തപുരത്ത് ഇത്തരത്തിലുള്ള ഒരു വലിയ അക്രമം ഉണ്ടായത്. അപ്പോൾ ഈ നേതൃത്വം കൊടുത്ത നേതാക്കന്മാർക്ക് യാതൊരു തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റിയും ഇല്ലേ? അവരല്ലേ ഈ ഗുണ്ടകളെ പോലുള്ള സഹാക്കന്മാരെ, ഗുണ്ടകളെ പോലുള്ള അല്ലെങ്കിൽ ഗുണ്ടകളായിട്ട് പ്രവർത്തിക്കുന്ന സഹാക്കന്മാരെ വിളിച്ചു വരുത്തി അത്ര വലിയ അക്രമം ഉണ്ടാക്കിയത്? എന്നിട്ട് ഞാനിപ്പോൾ അതൊന്നുമല്ല പറയാൻ വന്നത്. ഈ പാർട്ടി ഓഫീസിൻ്റെ മുന്നിൽ ഒരു IPS ഓഫീസറെ കണ്ടു. ACP ആണ്, പുള്ളിയുടെ പേര് ഞാനങ്ങ് മറന്നുപോയി, മണിപ്പാൽ ഷിലോങ് ആണെന്ന് തോന്നുന്നു. അദ്ദേഹം ഒരു മലയാളിയല്ല, എന്ത് തന്നെയാലും അതെൻ്റെ മനസ്സിൽ വന്നിരിക്കുന്ന ആ പേര് അത് പോട്ടെ. അപ്പോൾ അദ്ദേഹം അവിടെ വന്ന് പോലീസ് ഫോഴ്സ് 2 ACPമാരുണ്ടായിരുന്നു, പോലീസ് ഫോഴ്സുമായിട്ട് വന്ന് നിൽക്കുകയാണ്. എന്താണ് കാരണം? ഈ ക്രിമിനൽസിനെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഈ അക്രമം നടത്തി ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് കാറും തല്ലി പൊട്ടിച്ച് അവരെ കൊല്ലട എന്ന് ആക്രോശിച്ച് കൊണ്ട് അവരെ ആക്രമിക്കാൻ ശ്രമിച്ച ഈ പ്രതികൾ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. പിന്നെ ഈ ഇത്രയും ഞാൻ അതിനകത്ത് പറഞ്ഞതാണ്, ബാലിശമായിട്ട് ഇത്രയും ഒരു വലിയ നേതാക്കന്മാരാണെന്ന് അഹങ്കരിക്കുന്ന ഇവരുടെ സെക്രട്ടറി പോലും, ലോക്കൽ സെക്രട്ടറി പോലും ചീമൊട്ടേറിയാണ്. എന്തുമാത്രം വിവരമില്ലായ്മയാണ്. എന്നിട്ട് ഇവരെ അകത്ത് കയറ്റി വെച്ചിട്ട് നേതാക്കന്മാർ മുന്നിൽ നിൽക്കുക, ബ്രിട്ടാസ്, അതുപോലെ ശിവൻകുട്ടി വന്നു, VS ജോയി, പിന്നെ അതിനു മുമ്പ് അവിടെ നേതൃത്വം കൊടുത്തത് കടകംപള്ളി, നമ്മൾ മറന്നുപോയ പേരാണ് കേട്ടോ. റെയിൻകോട്ടൊക്കെ ഇട്ട് വരാനില്ല, സ്കൂട്ടറിനകത്ത് വരാൻ പറഞ്ഞ നമ്മുടെ പഴയ കടകംപള്ളി സുരേന്ദ്രൻ, പുള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ആൾക്കാരൊക്കെ വന്നിട്ട് പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന പ്രതികൾക്ക് കാവൽ നിൽക്കുകയാണ്, ഇറങ്ങാതിരിക്കാൻ. അപ്പോൾ ACP ഈ നല്ല ഒരു മിടുക്കനായ ഒരു പയ്യൻ, അയാൾ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഇവരെ അറസ്റ്റ് ചെയ്തേ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ആലോചിക്കും, അവിടെ പോലീസ് ഇങ്ങനെ കാവൽ നിൽക്കുവാണ്. എത്ര നേരം നിന്നിട്ടും ഇവർ പോലീസുകാരെ അകത്തേക്ക് കയറ്റില്ല. പ്രതികളില്ലെങ്കിൽ പിന്നെ എന്താണ് അകത്ത് കയറ്റുന്നതിന് പ്രയാസം എന്നുള്ളത് ഞാനപ്പോഴും ആലോചിച്ചു. പിന്നീട് വലിയ പിന്നെ DIGയോ AGയോ എന്തോ ഒക്കെ ആൾക്കാർ, വലിയ റാങ്കിലുള്ള ആൾക്കാർ ബ്രിട്ടാസിനെയൊക്കെ തോളയിൽ കൈയിട്ട് പറയുന്നു, ചിരിക്കുന്നു. അവരോട് ഒരു സന്ധി സംഭാഷണം, പ്രതികളായി നേതൃത്വം കൊടുത്ത ആൾക്കാർ മുന്നിൽ നിൽപ്പുണ്ട്, പ്രതികളായിട്ടുള്ള ആൾക്കാരെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സന്ധി സംഭാഷണം. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇതൊരു പിടിപ്പുകേടല്ലേ? പോലീസിൻ്റെ തലപ്പത്ത് അഴിച്ചുപണി എന്തുകൊണ്ടാണ് ഇത്ര വേഗത്തിൽ ചെയ്യാത്തത്? അതല്ലായിരുന്നു ആദ്യം ചെയ്യേണ്ടത്. പിന്നെ അപ്പം ഞാൻ ഈ ഒരു സംഭവം ഓർത്തപ്പോൾ പണ്ടേ ആ ചൈത്ര തെരേസ ജോൺ എന്ന് പറയുന്ന ഒരു പുലിക്കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ, ഇപ്പോഴും ഉണ്ട്. ആ പുലിക്കുട്ടി പെങ്കൊച്ചുണ്ടല്ലോ, പിണറായി സർക്കാർ 10 വർഷം ഇവിടെ ആഭ്യന്തരം പിണറായിയുടെ പിന്നെ കാൽക്കീഴിലായിരുന്നു. ഈ ആഭ്യന്തരം ഭരിച്ച പിണറായിയുടെ DYFI കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഈ പൊടി കുഞ്ഞുങ്ങൾ, ഈ കുഞ്ഞുങ്ങൾ പോലീസ് സ്റ്റേഷൻ പ്രതികളെ വിട്ടുകിട്ടാൻ വേണ്ടി പോലീസ് സ്റ്റേഷന് കല്ലെറുകയും പോലീസ് സ്റ്റേഷനെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നിട്ട് പിന്നെ അവിടെ ഒരു സമവായ ചർച്ച, കാരണം ഭരിക്കുന്ന അവരാണല്ലോ, അവരല്ലേ ശമ്പളം കൊടുക്കുന്നത്, പിന്നെ CPMൻ്റെ ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന പോലീസുകാരല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ
പോട്ടെ. അപ്പോൾ അങ്ങനെ ആ പോലീസുകാർ ഒരു സമവായത്തിലൂടെ DYFIക്കാർ പിന്നെ പിരിഞ്ഞുപോയി. പക്ഷേ ഈ ആക്രമിച്ച DYFIക്കാരെ രായ്ക്ക് രാമാനം അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അവരെവിടെയാണ്? പാർട്ടി ഓഫീസിൽ ഒളിച്ചിരുന്നു. അവർ പാർട്ടി ഓഫീസിൽ ഒളിച്ചിരുന്നു, ജില്ലാ കമ്മിറ്റി ഓഫീസിൽ, തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒളിച്ചിരുന്ന അവരെ പിടിക്കാൻ വേണ്ടിയിട്ട് ചൈത്ര തെരേസ ജോൺ രാത്രി അവിടെ വന്നപ്പോൾ ഇവർ പറഞ്ഞു അകത്ത് കയറ്റില്ല എന്ന്. പക്ഷേ പുള്ളിക്കാരി പറഞ്ഞു ഇതെൻ്റെ ഡ്യൂട്ടിയാണ്, ഞാൻ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥയാണ്, അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്താൻ പാടില്ല, അങ്ങനെ തടസ്സപ്പെടുത്തിയാൽ നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്യും. നേതാക്കന്മാരോട് പറയാൻ നട്ടലുള്ള ഒരു പെൺകുട്ടി, ഒരു പുലിക്കുട്ടിയായിരുന്നു ACP ചൈത്ര തെരേസ ജോൺ, അന്നത്തെ ACP. അത് കഴിഞ്ഞതിന് ശേഷം ഈ പാർട്ടിക്കാരെയൊക്കെ അവർ ഏതൊക്കെയോ വാതിലിൽ കൂടെയൊക്കെ അവർ പറഞ്ഞു വിട്ടു, അവർ രക്ഷപ്പെടാൻ അനുവദിച്ചു ഇത്രയും സമയം കൊണ്ട്. കാരണം ചൈത്ര വന്നപ്പോൾ തീർച്ചയായിട്ടും ഇവന്മാരെ പിടിക്കുമെന്ന് 100% ഉറപ്പായി. കാരണം അവരുടെ തന്നെ ഭരണമല്ലേ. പക്ഷേ അവരുടെ കീഴിൽ ജനങ്ങളുടെ ശമ്പളമാണ്, ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണത്തിൻ്റെ ശമ്പളമാണ് വാങ്ങിയെന്ന് മനസ്സിലായ ഒരു യഥാർത്ഥ പുലിക്കുട്ടി ആയിരുന്നു ചൈത്ര തെരേസ ജോൺ. അതുകൊണ്ടാണ് നട്ടലോടുകൂടി അവിടെ ചെന്ന് കയറി പരിശോധിച്ച് കിട്ടിയില്ല, പ്രതികളില്ല എന്ന് കണ്ടപ്പോൾ അവർ പോരുന്നു. പിറ്റേന്ന് തന്നെ ചൈത്രേനെ സ്ഥലം മാറ്റി ട്രാൻസ്ഫർ ഓർഡറൊക്കെ കൈ കൊടുത്തു. എന്നാലും ആ ഒരു സംഭവം ഞാൻ ഇന്നലെ ഇവിടെ ഇരുന്ന് ഓർത്തു, ഞാൻ ഇവിടെ നിന്ന് പറയുകയും ചെയ്തു. ആ ചൈത്ര തെരേസ ജോൺ എന്ത് ധൈര്യത്തിലോടാണ് കയറിയത്. ഇന്നിവിടെ ആഭ്യന്തരം ഭരിക്കുന്ന രമേശ് ചെന്നിത്തലയാണ്. എന്നിട്ട് പോലും ഒരു രായ്ക്ക് രാമാനം ജനങ്ങൾ ഈ ഭരണത്തിൽ നിന്ന് അടിച്ചോടിക്കുകയായിരുന്നു ചെയ്തല്ലേ. അവർ 98 സീറ്റോടുകൂടി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടിയെ വെറും 35 സീറ്റിൽ ഒതുക്കി ഇവിടുന്ന് ഓടിച്ചു വിട്ട ആ പാർട്ടിക്ക് ഇന്നും പോലീസിൽ സ്വാധീനമാണ്. 10 ദിവസമായി, 10 അല്ലെങ്കിൽ 15 അല്ലെങ്കിൽ 20 ദിവസത്തിനകത്ത്, ഒരു മാസം ആയിട്ടില്ല UDF കയറിയിട്ട്. പക്ഷേ എന്നാൽ പോലും ഇപ്പോഴും ആ സ്വാധീനത്തിന് ഒരു കുറവുമില്ല. അവർക്ക് രമേശ് ചെന്നിത്തലയും കാട്ടി സ്വാധീനമാണ് ഇവിടെ ശിവൻകുട്ടിക്കും പിണറായി വിജയനും ഒക്കെ. അത് ആലോചിക്കുമ്പോൾ നമ്മളിത് ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇവിടുത്തെ പോലീസിൻ്റെ എന്തുകൊണ്ടാണ് ഇവിടെ പോലീസിൽ അഴിച്ചുപണി നടത്താത്തതെന്ന് ഞാൻ അപ്പോഴും തൊട്ടേ ആലോചിക്കുന്നത്. അതിനുശേഷം പിന്നീട് പ്രതികളെ അവിടെ നിന്ന് ഇറക്കി വിട്ട് പിന്നീട് ഒരു സമവായ ചർച്ച നടത്തി പ്രതികളെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്നത് നമ്മൾ ഏഷ്യാനെറ്റിൻ്റെ റൗണ്ട് വെച്ച് അവർ കാണിക്കുന്നു. എന്നിട്ട് അവിടെ അപ്പുറത്തോട്ട് മാറി നിന്ന് അറസ്റ്റ് ചെയ്ത് 4 പേര്. പിന്നെയും എത്രയോ ആൾക്കാർ അതിനകത്ത് ഉണ്ടായിരിക്കും. പിന്നെ രാത്രിയിലൊക്കെ ഓരോ വീടുകളിലും കയറി. ഇന്ന് രാവിലെയാണ് പല ആൾക്കാരെയും ഇന്നലെ രാത്രിയോടും ഇന്ന് രാവിലെയോട് കൂടിയും ഒക്കെയാണ് പിന്നെ അറസ്റ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇതിനെ വിമർശിക്കുന്നതിന് എന്താണ് കുറ്റം? ഇവിടെ ആരുടെ പോലീസാണ് ഇപ്പോൾ, ആരുടെ ഒന്നുള്ളതല്ല, ആരാണ് ഭരിക്കുന്നത്? ഇപ്പോഴും അവരുടെ ക്രിമിനൽസിനെ ഒളിപ്പിക്കാൻ വേണ്ടി പോലീസ് സമ്മതിച്ചു കൊടുക്കണം, പോലീസ് അംഗീകരിച്ചു കൊടുക്കണം, പോലീസ് യാചിക്കുകയാണ്. ഒന്ന് തരുമോ നിങ്ങളുടെ പ്രതികൾ, ഞങ്ങളുടെ ഒരു പ്രസ്റ്റീജിൻ്റെ പ്രശ്നമാണ്, നിങ്ങൾ ആ ക്രിമിനൽസിനെ ഒന്ന് തരുമോ എന്ന് യാചിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോഴും പോലീസ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പോലീസിൽ ഇപ്പോഴും നടപടി ഉണ്ടാവാത്തത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ മ്യൂസിയം SHO ശ്രീ പ്രശാന്ത്, ഈ പ്രശാന്തുമായിട്ട് ഇതിലെ ഒരു ക്രിമിനൽ നടപടിയിൽ ഏർപ്പെട്ട, മൊട്ടയെറിയുകയും ഇതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്ത ഈ ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്ത ബിനു എന്ന് പറയുന്ന ലോക്കൽ സെക്രട്ടറി, ഈ ലോക്കൽ സെക്രട്ടറിയുമായിട്ട് കൂടെ നിന്നുള്ളൊരു ഫോട്ടോ പ്രശാന്തിൻ്റെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക പുറത്ത്. ഏഷ്യാനെറ്റും മറ്റുള്ള ചാനലുകളും മീഡിയ വണ്ണും ഒക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ പിന്നെ നമ്മളെപ്പോഴും ഒരു പോലീസിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ താഴേക്കിടയിലുള്ള പോലീസ് സ്റ്റേഷൻ, അതാത് ജൂറിസ്ഡിക്ഷൻ്റെ പോലീസ് സ്റ്റേഷനാണ് ഇതിനെയൊക്കെയുള്ള ഒരു ഉത്തരവ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഓർഡറൊക്കെ കൊടുക്കേണ്ടത്. പിന്നെ മുകളിലുള്ള ACP ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ നിൽപ്പുണ്ട്. പക്ഷേ അതിന് മുകളിലുള്ള ആൾക്കാരിരുന്ന് പറയുകയാണ് നിങ്ങളിങ്ങ് പോരെ, നിങ്ങളങ്ങ് പിൻവാങ്ങ്, നിങ്ങളങ്ങ് മാറി എന്ന് പറയുമ്പോൾ അവർക്ക് ചെയ്യാതിരിക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തല നമ്മൾ എന്തുകൊണ്ടാണ് വിമർശിച്ചതെന്ന് അദ്ദേഹം ഇനിയെങ്കിലും മനസ്സിലാക്കണം. പോലീസിൻ്റെ തലപ്പത്ത് എത്രയും പെട്ടെന്ന് അഴിച്ചുപണി ഉണ്ടാവണം. കാരണം നമ്മുടെ സംസ്ഥാനത്ത് തന്നെയാണ് നാണക്കേട്. ഇത് പിന്നെ ഞാൻ ഇന്നലെ NDTV ആണ് മുഴുവൻ വെച്ചിരുന്നത്. കാരണം ഇത് നാഷണൽ തലത്തിൽ വരെ ഇന്നലെ മെനഞ്ഞാന്നല്ല ഈ സംഭവം നടന്നത്. അപ്പോൾ ഇന്നലെ പിന്നെ ഉണ്ടായിരുന്നല്ലോ അവിടെ DK ശിവകുമാറിൻ്റെ ആ ഒരു സംഭവങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ NDTV ചാനൽ വെച്ച്. പക്ഷേ എന്നാൽ പോലും നാഷണൽ ലെവലിൽ ഇത് ഭയങ്കരമായിട്ട് ആൾക്കാർ, അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ ഇതൊരു ചർച്ചാ വിഷയമായി, ഒരു ഡിസ്കഷൻ ടോപ്പിക്കായി ഇത് മാറി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പോലീസിൽ എത്രയും പെട്ടെന്ന് അഴിച്ചുപണി നടത്തണം. ഈ വഞ്ചിയൂർ SHO ഒരുത്തനുണ്ടായിരുന്നു കേട്ടോ, ഈ വഞ്ചിയൂർ SHO അവന് ഭയങ്കരമായിട്ട് ഈ സഖാക്കന്മാരുടെ മൂട് താങ്ങി എന്ന് തന്നെ പറയാം. അവൻ ഏതെങ്കിലും ഒരു സഖാവ് വിളിച്ചു പറഞ്ഞ് അവൻ ഉടനെ അങ്ങ്
മൂട് താങ്ങി പോകുന്നവനാണ് അവൻ. നമ്മളൊക്കെ ചെന്ന് ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്തോ ഒരു വലിയ എന്താ പറയുക, അവരൊരു രാജാവ് പോലെയാണ് ഈ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന ആൾക്കാരോട് അവൻ പെരുമാറുന്നത്. ആസ് ആൻ അഡ്വക്കേറ്റ്, ഞാനൊരു അഡ്വക്കേറ്റായിട്ട് പോലും നമ്മൾ ചെന്നിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവനെന്തോ വലിയ രാജാവ്, അവനൊരു SHO റാങ്കിൽ വന്നിരുന്നെങ്കിൽ വലിയ ഒരു സംഭവമാണെന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ എടുത്ത് കളയണം. ഇന്നിപ്പോൾ നയപ്രഖ്യാപനം വന്നല്ലോ, ഈ നയപ്രഖ്യാപനത്തിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ടല്ലോ, ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ ജനങ്ങളോട് വളരെ അടുത്ത് നിൽക്കുന്ന ഫ്രണ്ട്ലി അപ്രോച്ച് ആയിരിക്കും പോലീസിൽ നിന്നുണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പ് തന്നെ രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കും കസേര കൊടുക്കും, അവരോട് മാന്യമായി ഇടപെടും, മറ്റേതാണ് മറിച്ചാണ്. കസേര വേണ്ട, നമ്മൾ കൊടുക്കുന്ന പെറ്റീഷൻ എന്താണെന്നൊന്ന് അന്വേഷിച്ച് അതിനെന്തെങ്കിലും നടപടിയെടുക്കാൻ കഴിയുമോ എന്ന് പറയുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു നടപടിയെടുക്കാൻ ശ്രമിക്കുക, അതെങ്കിലും ഒന്ന് ചെയ്യും. അല്ലാണ്ട് നമുക്ക് കസേരയും വേണ്ട, AC ഇട്ട് തരണ്ട, നമുക്ക് ഫാനും ഇട്ട് തരണ്ട. നമ്മളെ ഒരു പരാതി കൊടുക്കാൻ വരുന്നവരെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ഒരുമാതിരിയില്ല നമ്മളേതാണ്ട് അവരെ കയ്യിൽ നിന്ന് യാചിക്കാൻ വേണ്ടി ചെല്ലുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറണം. അതൊക്കെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ കുറേ SHOമാർ ഇവന്മാരെ ഇല്ല എടുത്ത് കളയണം. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് കുറേ SHOമാർ ഇരിപ്പുണ്ട്. ഈ തിരുവനന്തപുരത്ത് മാത്രമല്ല, മിക്കവാറും സ്റ്റേഷനിലുള്ള കുറേ SHOമാർ ഇരിപ്പുണ്ട്. ഇവന്മാരുടെ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ ചെക്ക് ചെയ്യണം. അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ രമേശ് ചെന്നിത്തലയെ വിമർശിച്ചത് വേറൊന്നും കൊണ്ടല്ല. രമേശ് ചെന്നിത്തലയെ വിമർശിച്ചത് പോലീസിൻ്റെ തലപ്പത്ത് എത്രയും പെട്ടെന്ന് അഴിച്ചുപൊടി ആവശ്യമാണ്, എത്രയും പെട്ടെന്ന്. ഇത് പിണറായി സർക്കാരല്ല ഭരിക്കുന്നത്, ഇന്ന് ജനങ്ങൾക്ക് ബോധ്യമാവണ്ടേ, ഇനിയെങ്കിലും ബോധ്യമാവണ്ടേ, ഒന്ന് ബോധ്യമാക്കി കൊടുക്കൂ പ്ലീസ്. അത്രയേ ഉള്ളൂ പറയാൻ.